സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നേരത്തെ യൂട്യൂബർ ഗ്ലാമി ഗംഗയുടെ റീസെൻ്റ്ലി വെഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ സ്പെഷ്യൽ ഡേയിൽ ക്ലെയർ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്ന് റീസെൻ്റ്ലി കുറേ ഫീഡിൽ ഒരുപാട് നല്ല നന്നായിട്ടത് റീച്ച് ആയിട്ടുള്ള സംഭവമായിരുന്നു. ചില സമയത്ത് നമ്മൾ നല്ല വർക്ക് ചെയ്താലും ചിലപ്പം നെഗറ്റീവ്സും വരാം പോസിറ്റീവ്സും വരാം. ഒരു കാരണം ഇല്ലാണ്ട് ചിലപ്പോൾ നെഗറ്റീവ്സും വരാം. ഒരുപാട് പേർക്ക് അങ്ങനെ, അതായത് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളിൽ 2-3 ഇങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ആർക്കാ ഇത്ര നേരം ഇങ്ങനെ വന്നിരുന്ന് ഇത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അത് കമൻറ്റ് ചെയ്യാൻ നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം ഓർക്കണം. ഞാൻ ഒരിക്കലും ഒരാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് സാരി ഉടുത്തത് ഇന്നിങ്ങനെ ഉടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഈ സാരി ഉടുക്കണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്കെന്താ റൈറ്റ്? ഞാൻ സാരി മേടിച്ചു കൊടുത്തു അവർക്ക്. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട്. കമൻറ്റിലിരുന്നിട്ട് ഇങ്ങനെ പറയുക, ആ ലിപ്സ്റ്റിക്ക് കൊള്ളത്തില്ല, ആ ഷെയ്ഡ് കൊള്ളത്തില്ല. ചിലപ്പോൾ അത് അവരുടെ ഒരു ഇത് പറയുന്നതായിരിക്കും, പക്ഷെ അത് വളരെ നന്നായി പറയുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ചില കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, സാരി എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ, പക്ഷേ വേറൊരെണ്ണം ചൂസ് ചെയ്യാമായിരുന്നു. അതായത് ഇങ്ങനെ നമ്മൾ ഇമോജീസൊക്കെ ഓരോന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിട്ടിട്ട് വളരെ നന്നായിട്ട് അവരുടെ ആ ഒരു ലുക്കിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിടുവാണെങ്കിൽ നല്ലതായിരുന്നു. ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ മോശം ഇൻറ്റൻഷനോടെ ഇട്ടതല്ല എന്ന്. പക്ഷേ ചില ആൾക്കാർ ഭയങ്കര ഒഫൻഡഡ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ ഓർക്കും, ഞാൻ ഒരുപാട് കമൻറ്റ് എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സെലിബ്രിറ്റീസിൻ്റെ വർക്കിൻ്റെ അടിയിൽ നമുക്കിങ്ങനെ വരും, നമുക്ക് പേഴ്സണലി അയച്ചു തരും. നമുക്കൊരു മര്യാദയില്ല മെസ്സേജ് അയക്കും, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റും. അത് ഇപ്പം ഗംഗയുടെ വെഡിങ്ങിൻ്റെ ഇതിൻ്റെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ക്ലെയറിൻ്റെ പേജിൽ തന്നെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. കാരണം എന്താ വെച്ചാൽ മോശം ഇന്റൻഷൻ തന്നെയാണ് അത്. എന്നാലും ചുമ്മാ സാരി എടുത്ത കൊള്ളില്ല, സാരി കൊള്ളില്ല, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ പോയി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്. ഒരാവശ്യം ഉണ്ടാവില്ല പക്ഷേ അതിനെപ്പറ്റി പറയേണ്ട. അതിനെപ്പറ്റി പറയാൻ നമ്മൾ ആളെ അല്ല. അവരുടെ ഒരു ബിഗ് ഡേയിൽ അവർ ചൂസ് ചെയ്തൊരു ഡ്രസ്സ്, അവർക്ക് ഫുൾ കോൺഫിഡൻസ്, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അത്രയും നോക്കിയാൽ മതി. അല്ലാണ്ട് നമ്മൾ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചില മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് സങ്കടം വന്നിട്ട് ഞാനത് ഡിലീറ്റ് ആക്കാറുണ്ട് കേട്ടോ. എന്നെ പറ്റി ആയിരിക്കില്ല പറയുക, എൻ്റെ ഡ്രേപ്പിങ്ങിനെ പറ്റി പറയുന്നതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കാറില്ല നെഗറ്റീവ്സ്. പക്ഷേ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഇതായിട്ട് ഒഫൻഡായിട്ട് ഒഫെൻസീവായിട്ട് പറയുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, അയ്യോ ഇതൊക്കെ അവർ അവർ ചിലപ്പോൾ വായിക്കുകയോ ശ്രദ്ധിക്കുകയോ പോലും ചെയ്യില്ല. കാരണം അവർ ഇത്രയും നാളായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷെ എനിക്ക് കാണുമ്പോൾ പേഴ്സണലി എൻ്റെ ഒരു പേജിൽ വന്നിട്ട് അവരങ്ങനെ പറയുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ചില സമയത്ത് ഡിലീറ്റ് ആക്കാറുണ്ട് കേട്ടോ. വേറെ വഴിയില്ല. അതെ, വേറെ വഴിയില്ല. നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. ആൾക്കാർ ഒരു വായി തോന്നുന്നത് വിളിച്ച് പറയുന്നു, ബട്ട് നമ്മൾക്ക് അങ്ങനെ അല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ അവരുമായിട്ട് അത്ര കമ്പനി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അതേപോലെ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒരുപാട് പേരോട് നമ്മൾ നല്ല കമ്പനി ആകുമ്പോൾ നമ്മുടെ പേജിൽ വന്നിട്ട് നമുക്ക് അവരെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കോ, ഇത്ര നല്ലൊരാളെ പറ്റി അവർക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ ആളെ പറ്റിയിട്ട് വെറുതെ വന്നിട്ട് വായിത്തൊന്ന് പറയുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ആക്കാറുണ്ട്. ഇപ്പം മലയാളത്തിൽ ഒരു 3 പേരെ അടിപൊളിയായിട്ട് സാരി ഉടുത്തിട്ട് കാണാൻ ഇഷ്ടമുള്ള, ക്ലെയറിന് കാണാൻ ഇഷ്ടമുള്ള ഒരു 3 പേരെ പറഞ്ഞു. മലയാളത്തിൽ എനിക്ക് സാരി ഉടുത്ത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ അല്ലല്ല, സ്ഥിരം സാരി ഉടുത്തിട്ട് കാണാൻ ഭയങ്കര നമുക്ക് കാണുമ്പോൾ സാരിയിൽ അടിപൊളിയാണെന്ന് തോന്നുന്നൊരു 3 പേര് പേര്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മലയാളത്തിൽ ഉണ്ട്, പക്ഷെ സായി പല്ലവി മലയാളം അല്ല, പക്ഷെ എന്നാൽ സാരി ഉടുക്കുന്ന ഒരാളാണ് സായി പല്ലവി. പുള്ളിക്കാരി ഇപ്പോഴും സാരിയില്ല ഞാൻ കാണുന്നത്, കൂടുതലും സാരിയാണ്. അതേപോലെ ശോഭന സാരിയാണ്, മഞ്ജു വാര്യർ, എനിക്ക് ഇവരൊക്കെ സാരി ഉടുത്ത് കാണാൻ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ശോഭന ചേച്ചിയൊക്കെ പണ്ട് മുതലേ സാരി ഉടുത്തുള്ള സിനിമയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ആളുടെ ബോഡി, ആൾ നല്ല ലീനാണ്, ബട്ട് നല്ല രസമാണ് ആളെ കാണാനായിട്ട് സാരിയിൽ. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രീം സെലിബ്രിറ്റി ഉണ്ടോ, ആളെ എനിക്കൊന്ന് സാരി ഉടുപ്പിക്കണം എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ? പറഞ്ഞ തല്ലരുത്. ഇല്ലില്ല. ദീപിക പടുക്കോണിൻ്റെ സാരി ഉടുപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നമ്മളങ്ങനെ സാരി ഉടുപ്പിക്കുന്നു, ഫോട്ടോ ഇടാൻ പറ്റും. അതെ, പെട്ടെന്ന് തന്നെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്നും ബോളിവുഡിലാണെങ്കിൽ എല്ലാവരുടെയും വെഡ്ഡിങ്സിൽ ഡോളി ജെയിനാണ്. അതെ, സാരി ഉടുപ്പിക്കും. ഈ കല്യാണത്തിനൊന്നും ഉടുപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചുമ്മാ ഒന്ന് ഉടുപ്പിക്കാൻ കിട്ടിയാൽ ഡോളി ജെയിനാണ് മോസ്റ്റ്ലി എല്ലാവരുടെയും ചെയ്യുന്നത്. എനിക്കൊന്ന് പുള്ളിക്കാരിയുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അതെ, പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ പുള്ളിക്കാരി ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് ആർട്ടിസ്റ്റ് ശ്രീദേവി പറഞ്ഞിട്ടാണ് ഞാനും ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട് വന്നത്. വളരെ അത്
ഒന്ന് സാരി ഉടുപ്പിച്ചു പെട്ടെന്ന് പുള്ളിക്കാരിയാണ് ചോദിക്കുന്നത് ഇതൊരു പ്രൊഫഷനാക്കി കൂടെ ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു വരുന്നോ അങ്ങനെയാണ് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ്. ഇതേപോലെ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ്. കാരണം അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് ആള് കണ്ടുപിടിച്ചത് കൊണ്ട് ഒരുപാട് പേര് ഇതിലേക്ക് വന്നവരുണ്ട്, ഞാൻ ഉൾപ്പെടെ. അതെ അതെ. ഇപ്പൊ ക്ലെയറിന്റെ ഈ ഒരു ജേണിയിൽ അങ്ങനെ ഒരു നല്ലൊരു അപ്രിസിയേഷൻ അങ്ങനെ ഒരു ആരെങ്കിലും ഒരു സെലിബ്രിറ്റി ഞാൻ പറയുന്നില്ല, ബട്ട് ആ ഒരു അപ്രിസിയേഷൻ ലൈഫിൽ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടും കാണുന്ന ആരുടെ ആയിരിക്കും? എനിക്കങ്ങനെ ഉടുപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ ബ്രൈഡ്സ് ഒരുപാട് പേര്, അതാണ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ്. എൻ്റെ ബ്രൈഡ്സ് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി 6 മാസമൊക്കെ കഴിഞ്ഞ് മെസ്സേജ് അയച്ച കുട്ടികളുണ്ട്. ഇപ്പോഴും ചോദിക്കാറുണ്ട് ഡ്രീപ്പിംഗ് ആരാ ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ആ റിവ്യൂ എനിക്ക് ഭയങ്കര ഇതാണ്. ബട്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി എന്നൊരു നിലയിൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നീത മാമിൻ്റെ ഒരു ഹിപ്പ് സൈഡിൽ പ്ലീറ്റ്സ് എടുക്കുന്ന ഒരിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആള് പറഞ്ഞായിരുന്നു അത് നല്ല രസമുണ്ട് പറഞ്ഞായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഗോഡ്, നീത മാം നമ്മുടെ അടുത്ത് പറയാ, ഇതൊക്കെ ഡ്രീം ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അപ്പോൾ ആള് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് 2 സെക്കൻഡ് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ അത്. അതെ 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 അതെ. എനിക്കൊന്ന് പുറമെയുള്ള ആൾക്കാർ ക്ലെയറിനെ വിളിക്കുന്നത് അത്യാവശ്യം നല്ലൊരു റെമ്യൂണറേഷൻ കൊടുത്തിട്ടാണ്. പക്ഷെ ക്ലെയറിന്റെ ചേച്ചിക്ക് അമ്മയ്ക്കൊക്കെ ഫ്രീ ആയിട്ട് സാരി എടുക്കാം. അതെ അതെ അതെ, എൻ്റെ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് ചേച്ചിയുടെ കല്യാണം ഈ അടുത്ത് തന്നെ ഉണ്ട്, സെപ്റ്റംബറിലുള്ള കല്യാണം. ചേച്ചിക്ക് ഫ്രീ ആണ്. അതെ, ഫ്രീ ആയിട്ട് നിനക്ക് ഫ്രീ ആയിട്ട് കല്യാണത്തിന് കിട്ടുന്ന ആകെയുള്ള സമ്പാദ്യം ഞാൻ ചെയ്യുന്ന ട്രീപ്പിംഗ്. അതെ അതെ, അതും ഒരു ഇതാണല്ലോ അല്ലേ. പുറമെയുള്ള ആളുകളെല്ലാം ക്ലെയറിന്റെ നമ്മൾ റെമ്യൂണറേഷൻ ചോദിക്കുന്നില്ല, പക്ഷേ കൂടുതലൊന്നും മേടിക്കുന്നില്ല ഇല്ല. പക്ഷെ എന്നാലും അല്ലേ, നമ്മുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ ഉടുപ്പിക്കുമ്പോൾ അതൊരു വേറെ സന്തോഷം. അവരെ ഉടുപ്പിച്ചത് വളരെ കുറവാണ്. എൻ്റെ അമ്മയും ചേച്ചി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കും ഞാനൊക്കെ എത്ര പറഞ്ഞാലെന്ന് വെച്ചാൽ നമുക്ക് വർക്കുള്ള സമയത്തായിരിക്കും ഇവർക്ക് കല്യാണങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ വരിക. ഇവർക്ക് കല്യാണങ്ങളുള്ളപ്പോൾ എനിക്ക് എന്തായാലും വർക്കുണ്ടാവും. അപ്പോൾ എന്നെ കൂടെ പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തു. എനിക്കൊന്ന് എൻ്റെ ചേച്ചിക്ക് ഞാൻ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിനും ചേച്ചിയുടെ ഒരു ഗ്രാജുവേഷൻ പരിപാടി മാത്രം ഉടുപ്പിച്ചിട്ടുള്ളൂ. കേൾക്കണ്ട, അതാ ഞാൻ പറഞ്ഞത്, അമ്മയും ചേച്ചിയും കേൾക്കണ്ട. അവളുടെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഉടുപ്പിച്ചു. അതേപോലെ അവളുടെ ഒരു ഇതേപോലെ ഗ്രാജുവേഷൻ പരിപാടിക്ക് എൻ്റെ അമ്മേനെ ഞാൻ സാരി ഉടുപ്പിച്ചതും ഇതേപോലെ 2 തവണ. അവളുടെ ഗ്രാജുവേഷനും 3 തവണ ഉടുപ്പിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ഉടുപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മ മെയിനായിട്ട്, എനിക്ക് അമ്മേനെ ഇഷ്ടമില്ലാത്തതുണ്ടല്ലോ ഗൈസ്, അമ്മ സാരി പേഴ്സൺ അല്ല. അമ്മ വളരെ വല്ലപ്പോഴും സാരി ഉടുക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഉടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഉടുപ്പിക്കും, എനിക്കിഷ്ടമാണ്. ഇപ്പം ബൈ പ്രൊഫഷൻ ഇതാണെങ്കിലും എനിക്കൊന്ന് ക്ലെയർ ഒരുപാട് സാരി എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണോ, ചെയ്യുന്ന ആളാണോ? ഞാൻ ഇതേപോലെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കാഞ്ചീപുരം ടൈപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള സാരി കാഞ്ചീപുരം സാരിയാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കോട്ടൺ സാരീസാണ്. കോട്ടൺ സാരിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അത് ഭയങ്കര കംഫർട്ടാണ്. എങ്ങനെ വേണേലും പല്ലുമൊക്കെ എങ്ങനെ വേണേലും ഇട്ട് നടക്കാൻ നമുക്ക്. അതെ, കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്തിടാം, എടുത്ത് തോളത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. അപ്പം ഞാൻ കോട്ടൺ സാരീസ് കുറേ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ റീസെൻ്റ്ലി എന്തെങ്കിലും വർക്ക്ഷോപ്സ് ഒക്കെ വരുന്നുണ്ടോ? അത് ഞാൻ മെയ് 12, 11 അങ്ങനെ ഏതോ ഒരു ഡേറ്റിൽ കോഴിക്കോട് ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പം സാരി എടുക്കാൻ ആരെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പും കൂടെ അറ്റൻഡ് ചെയ്താൽ മതി. താങ്ക് യു. അതെ, പേടല്ലാത്തൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് വരുന്ന ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ടാവല്ലോ, അവരോടൊക്കെ എന്തായിരിക്കും പറയാനുള്ളത്? അവരോട് ആകെ പറയാനുള്ളത്, ഒരു തവണ ട്രൈ ചെയ്ത് അയ്യോ മോശമായി എന്നാൽ നിർത്തിയേക്കാം എന്ന് വിചാരിക്കരുത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഒരു ദിവസം നന്നായി ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. അതെന്തായാലും പറ്റും. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരാൾ പെർഫെക്റ്റ് ആകുമെന്ന് പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും പെർഫെക്റ്റ് ആവും. അതെ അതെ അതെ, ക്ലിയർ ആണ് പറയുന്നത്. അതെ അതെ, നമുക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട്. സാരിയോട് പൈസ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് എയിം അല്ലാണ്ട് സാരിയോടൊരു ഇഷ്ടമുണ്ട്. അതെനിക്ക് ഡ്രൈപ്പ് ചെയ്യണം. ഒറ്റത്തവണ ചെയ്ത് മോശമായാലും നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, ശരിയാവും. പിന്നെ ഈ പേര് ക്ലെയർ എന്നുള്ളത് ഞാനിങ്ങനെ ആദ്യം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പേര് ക്ലെയർ തന്നെയല്ലേ? അതെ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷെ അത് യുണീക്ക് നെയിമാണ്, അതുകൊണ്ട് തന്നെ ക്ലെയർ ഒരു ക്ലെയറേ ഉള്ളൂ. അതെ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കും ചേച്ചി പേര്. കുറേ പേര് പറയുന്നത് ക്ലാര എന്നല്ലേ? അപ്പോൾ ഞാൻ പറയും അല്ല ക്ലെയർ എന്നാണ്. അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കും പേജിൻ്റെ പേരാണോ ക്ലെയർ? ഡ്രീപ്സ് ബൈ ക്ലെയർ എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ചോദിക്കും ക്ലെയർ.
ഡ്രീപ്പിംഗ് എൻ്റെ പേരായിരിക്കുമല്ലോ പേജിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞാൽ അല്ല, എൻ്റെ പേരാ, എൻ്റെ സ്വന്തം പേരാ, എൻ്റെ സ്വന്തം പേര് ക്ലെയർ മരിയ സെബാസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ ആൾക്കാരുടെ വിചാരം അതെൻ്റെ പേരല്ല, ഡ്രീപ്പിങ്ങിൻ്റെ പേജിൻ്റെ പേരാണ്. എനിക്ക് നമ്മളെ ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾ, ഇവരെ ക്യാമറ പേഴ്സൺസ് ആണെങ്കിലും ഇതേപോലെ സ്റ്റൈലിംഗ് ചെയ്യുന്ന ആൾക്ക്, മേക്കപ്പിൻ്റെ ആളുകൾ, ഇവരൊക്കെ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ. അതെ, നമ്മൾ അവരെ, അതായത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ എത്രയും ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കാൻ നമ്മൾ നമ്മുടെ എഫേർട്ട് ഫുള്ളി കൊടുക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോയിലേക്ക് നമ്മൾ വിളിക്കുന്നത് അതെ അങ്ങനെ അതെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും കൂടിയാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും സ്റ്റൈലിംഗ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഉള്ള ആളുകളെ, അതാണ് ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞത്, ക്ലെയറിനെ വിളിച്ചത്. നമ്മൾ വേറെ ആരുമില്ല, നമ്മുടെ ഒരു സ്റ്റൈലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് പ്രീവിയസ് നമ്മുടെ ഒരു ഗസ്റ്റ് വന്നപ്പോഴും എന്നോട് ഇങ്ങനെ ക്ലെയറിൻ്റെ പേര് സജസ്റ്റ് ചെയ്തായിരുന്നു. ക്ലെയറിനെ ഇവിടെ വിളിച്ചു നോക്കിട്ടോ, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ്, എന്തായാലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ക്ലെയറിൻ്റെ പേര്, എന്തായാലും വിളിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ക്ലെയർ നമ്മളോട് പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ തന്നെ യെസ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് പ്രീവിയസ് നമ്മുടെ റീൽസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഷാദുലിൻ്റെ ആണെങ്കിലും കണ്ടിട്ടുണ്ട്. പാർവതി ചേച്ചിയുടെ ആണ് ഞാൻ ആദ്യം കാണുന്നത്. പാർവതി ചേച്ചിയുടെ കണ്ടിട്ടുണ്ട്, ഇതേപോലെ ഷാദുലിനെ കണ്ടിട്ടുണ്ട്, ആഷിഫ് ആളുടെ ചെയ്തിട്ടുണ്ട്, ആളുടെയും കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല, നമ്മളിങ്ങനെ എല്ലാവരെയും വിളിക്കുന്നതേ ഉള്ളൂ. ബട്ട് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഒരുപാട് പോട്ടെ. അതെ. എനിവേ, നമ്മുടെ സ്റ്റൈലവേർക്ക് വേണ്ടിയിട്ടും ഇനി അങ്ങോട്ടുള്ള എന്തെങ്കിലും വർക്ക്സൊക്കെ, നമ്മുടെ ഭാവിയിലുള്ള വർക്ക്സൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് എന്തായാലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അതെ, നമ്മുടെ ബ്രാൻഡുമായിട്ടും കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എന്തായാലും എനിവേ നൈസ് സെക്ഷൻ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ്. ഇനിയും ഭയങ്കര പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. എന്ന് വെച്ചാൽ വിളിച്ചപ്പോൾ തന്നെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൊള്ളാം, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ വന്ന്. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ, ഇങ്ങനത്തെ സെറ്റപ്പിലൊന്നും ഇരുന്ന് നമ്മളങ്ങനെ സംസാരിക്കാറില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു ഇതുണ്ടാവും. ബട്ട് പെട്ടെന്ന് സെറ്റായി. അതെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നേരത്തെ അയച്ചു കൊടുത്താൽ ഇത് വേറെ ഏതോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അയച്ചപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഇതേത് യൂണിവേഴ്സ്, അയ്യോ നമ്മൾ തെറ്റി, നമ്മളെ ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തവർ ഇവരറിഞ്ഞ്. ശരിക്കും അങ്ങനെയായിരുന്നു. എനിക്ക് ഇല്ലടാ, ഞാൻ ചെറുതായിട്ടൊരു ഹിന്റ് കൊടുക്കാറുണ്ട് എന്തൊക്കെ ചോദിക്കാൻ പോകുന്നുള്ള ഇതേത് യൂണിവേഴ്സ്, ഇതെന്ത് ചോദ്യം, ഇതിനൊക്കെ ആൻസർ പറ്റുവാണേ നിനക്ക്? ഇല്ലില്ല, നമ്മള് ഫണ്ണായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. അതെ, പിന്നെ നമ്മൾ കുറേ ടേംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലഫി പ്ലീറ്റ്സ് ഒക്കെ എന്താണെന്ന് അറിയാവുന്നൊരു കമന്റ് ചെയ്തോ, എന്താണെന്ന് അറിയാവുന്നൊരു ഇതായിട്ട് ബന്ധപ്പെടുന്നവർക്ക് കണക്ട് ആവുന്നൊരു കുറച്ച് സാധനങ്ങൾ, കുറച്ച് ടേംസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. എന്തായാലും എനിവേ നല്ലതായിരുന്നു. അതെ, നൈസ്. എനിക്കും ഈ ആങ്കറിനെ ഇഷ്ടമായി. താങ്ക് യു. പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. അതെന്താ, നമുക്കങ്ങനെ ടെൻഷനൊന്നുമില്ല, അയ്യോ ആളെന്നെ ചോദിക്കും എന്ത് ചോദിക്കും അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റി. അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.